ഹലോ നമസ്കാരം, ഐശ്വര്യാണ്. ഞാനൊരു ചെറിയ കാര്യം പറയാൻ വന്നാണേ. നമ്മുടെ വേടനില്ലേ, വേടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ എഴുത്തുകളുടെ ശക്തി, ആ സംഗീതത്തിലുപരി ആ വാക്കുകൾ അല്ല എഴുത്തിന്റെ ശക്തിയെ ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേടന്റെ പാട്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം കേൾക്കുന്ന ആളുമാണ്. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്ക് ഈ വേടൻ പറയുന്ന പല കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്താണ്, ദളിതന്റെ രക്തത്തിൽ, അവന്റെ DNA-യിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിക്കാനുള്ള ശക്തി അവനില്ല, അവന്റെ DNA-യിൽ അതില്ല എന്നൊരു വിവരക്കേട് പറയും. മറ്റൊരു മൊട്ട അതിരുന്ന് കേട്ടിട്ട് ആന്ന് മൂളുകയും ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പം നമ്മുടെ അംബേദ്കർ സാറൊക്കെ ഇവിടെ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്ര സംവിധാനങ്ങൾ ഉണ്ടാവില്ല. ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ DNA-യിലില്ല. ഇത് നമ്മുടെ DNA-യില്ലെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ച് ഇത് പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞാനിത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠനങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെന്റെ DNA-യിലേ ഇല്ല. കിടക്കുന്നു. ബഹുമാനീയനായ എത്രയോ പേര്, നമ്മുടെ KR നാരായണൻ, അദ്ദേഹമൊക്കെ ആരായിരുന്നു? അദ്ദേഹം ഒന്നും ബ്രാഹ്മണനൊന്നും അല്ല എന്റെ വേട. ഇതൊക്കെ എന്തൊരു വിവരക്കേടാ പറയുന്നത്. അത് കേട്ട് വേറൊരു പൊട്ടൻ എഴുതുക. ആ മൊട്ടയ്ക്കൊട്ടും ബോധം ഇല്ലയോ? അയാൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ അത് കേട്ടിട്ട് യെസ് എന്ന് മൂളാൻ എങ്ങനെ തോന്നുന്നു? ഒന്നത് ആ കാര്യം കേട്ടപ്പോ എനിക്ക് തോന്നി, ഒരു 100 പേരെ ആഡ് ചെയ്യാം ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ. നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിക്കുമ്പോ ഇത്രയോ പേര്. മതവും ജാതിയും ഒന്നും അല്ലടേ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം. സവർണനൊന്നും ഇല്ല, അത് അങ്ങനൊന്നും ഒരു കാര്യമില്ല. അത്രത്തോളം ബോധമില്ല അല്ലെ വിവരമില്ല എന്നുള്ളതാണ് നമ്മൾ വേടനെ കുറിച്ച് ഇതിൽ നിന്ന് ഓപ്പൺ ആയിട്ട്